എന്തൊക്കെ കോമഡി കാണിക്കുന്നതെന്ന് ചിരിക്കുന്നു. ഇതൊക്കെ എരിവും പുളിയാണെന്ന്. ഇയാൾക്ക് ഇത് എരിവും പുളിയായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനത്തെ എരിവും പുളിയൊക്കെ ഇടയ്ക്ക് വേണ്ടേന്നൊക്കെ. ഷേടാ, എന്നിട്ട് എല്ലാവരും ചിരിക്കുന്നു. എന്നിട്ട് പറയാം ഞാൻ ആരുടെയും കഥയെ മുട്ടിയില്ലെന്ന്. ഇവിടെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് ആരെങ്കിലും മുട്ടിയോ അകത്തിരിക്കുന്ന ആളുടെ ഇപ്പോഴാണ് പുറത്ത് വന്ന് മുട്ടാത്ത ഒരാളെ കണ്ടത്. എന്നാൽ അകത്ത് മുട്ടിലൊന്നും കേട്ടിട്ടില്ലാത്ത ഒരാൾ ഒരു സ്ത്രീയെ പറയുന്നത് കേട്ടു. ഒരു നടി, അധികം സിനിമകളൊന്നും ഇല്ല, കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടി, ഇപ്പോൾ ഒരു നടൻ, അയാൾ മുട്ടിയില്ല പോലും. അതിന് അവരെ പറ്റി ആരാ പറയുന്നേ? ഇത് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതും ഈ ഇന്ദ്രൻസ് ഇങ്ങനെ പറയാൻ കാരണമായതുപോലും ഈ റിപ്പോർട്ടിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ആരൊക്കെയാണ് കുറ്റവാളികളെന്ന് കൃത്യം എടുത്ത് പറഞ്ഞാൽ ഇന്ദ്രൻസ് ഇത് പറയേണ്ട കാര്യം വരുന്നില്ല. നേരത്തെ അറിയാം. ഇതെല്ലാവരും ഇപ്പോൾ പറഞ്ഞു നടക്കുവാണ് സിനിമ. ഞാൻ മുട്ടിയില്ല എന്ന് കുറേ പേര്. ഇനി എല്ലാ നടന്മാരോടും മുട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിയവരെ പിടിക്കാൻ പറ്റും. കാരണം മുട്ടിയിട്ടുള്ളവർ എന്തെങ്കിലും തരത്തിൽ ഈ മീഡിയയുടെ മുന്നിൽ വന്ന് കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഓൾറെഡി അവിടെ റിപ്പോർട്ട് ഇരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ നടന്മാരോടും മുട്ടാത്തവർ, ഈ ലിസ്റ്റിൽ പേരിൽ നിന്ന് ഉറപ്പുള്ളവർ മുട്ടിയില്ല എന്നൊരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി. ബാക്കിയുള്ളവരെ പിടിക്കാം, അല്ല അറിയാനെങ്കിലും പറ്റും. അവന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും. ശരിയല്ലേ? ഇങ്ങനെയൊരു സംഭവം നിയമപരമായിട്ട് ഇത് ശരിക്കും ഇവരെ സംസാരിക്കാൻ അനുവദിക്കരുത്. ആ ലിസ്റ്റിൽ പേരുള്ള ഒരാൾ പോലും മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പാടില്ലെന്ന് കർശനമായി വിലക്കേണ്ടതാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ടിൽ പേരുള്ള ഒരുത്തനും മീഡിയയുടെ മുന്നിൽ വന്ന് വിളയരുത്. ആവശ്യമില്ലാത്ത ഒരു വർത്തമാനം കേൾക്കണ്ട. അല്ല ശരിയല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ നടന്ന് തോന്നിയ പോലെ പറയാൻ പാടില്ലല്ലോ. വേറെ ഒരു പരിപാടിക്ക് ഇനി കാണാൻ പാടില്ല, നിർബന്ധമായി വിലക്ക് വരണതാണ്. അത് ചെയ്യാഞ്ഞതുകൊണ്ട് മറ്റു നടന്മാരെല്ലാം കൂടെ ഞാൻ മുട്ടിയില്ലെന്ന് പറഞ്ഞ ഗതികളിലെത്തിയേക്കോ നടന്മാർ. പക്ഷെ നടിയെ സംബന്ധിച്ച് മുട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളോട് അവർ ചെയ്യുന്നൊരു, ഈ പറഞ്ഞ പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരാളോട് ചെയ്യുന്ന ഒരു വലിയൊരു അനീതിയാണ്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളെ നമുക്കറിയാം. ഒരുപാട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഇതേപോലത്തെ ഇതിനൊക്കെ എന്താ പറയുക ഇരയായ പലരും ജീവിതത്തിൽ മുന്നോട്ട് അതിൻ്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിവിയറായി സാധനം. കുട്ടിക്കാലത്തുണ്ടാകുന്ന പീഡനങ്ങളാണ് ആ ട്രോമയൊന്നും മാറുന്നില്ല. ഇവരുടെ സൈക്കാട്രിക് ഇത് മാറിപ്പോവുക. അവർ പലരും പേഷ്യൻസ് ആയിട്ടുണ്ട്. പിന്നെ സൈക്കോളജിക്കലി ഇവർ ഓരോ സ്ഥലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ചില പാട്ട് പോലും അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില കാഴ്ചകൾ അവർക്ക് തലയിറക്കുമ്പോൾ വീഴാനുള്ള സാധ്യത വരെയാണ്. അല്ലെങ്കിൽ ഭയം ഉണ്ടാകുന്നു. ചിലപ്പോൾ ഒരു മുറിക്കാതിരിക്കുമ്പോൾ കറണ്ട് പോയാൽ അവർ വല്ലാണ്ട് പേടിക്കുന്നവരൊക്കെ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോടി? ഇത് ഇല്ലെന്ന് പറയരുത് കേട്ടോ. ഇങ്ങനെ വന്ന് സംസാരിക്കരുത്. നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷീലു എബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഒരു 10 പ്രാവശ്യം 100 പ്രാവശ്യം ഒരുത്തിനോട് നടന്നിട്ട് അവസാനം കുറച്ച് കഴിയുമ്പോൾ ഇത് ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നവരും ഉണ്ട്. മ്യൂച്വലായിട്ടായിരിക്കും ചിലപ്പോൾ അന്ന് ആ സംഭവം നടന്നത്. ഈ കഥക മുട്ടി തുറക്കുക എന്ന് പറയുന്നത്, കഥയെ വന്ന് മുട്ടുക എന്ന് പറയുന്നിടത്ത് മ്യൂച്വൽ ഇതില്ല എന്നുള്ളതാണ്. കൺസെന്റ് ഇല്ലാത്ത പരിപാടിയാണ് പീഡനമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കഥയെ മുട്ടുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ മ്യൂച്വലി കൺസെന്റ് ഉണ്ടായിട്ട് പിന്നീട് ഒരിക്കൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പീഡിപ്പിച്ചതാണെന്ന് പറയുന്നതിനകത്തോട് എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ആ സമയത്ത് അവിടെ നടക്കുന്നതിനകത്തൊരു പ്ലഷർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് കിട്ടാത്തിടത്തോളം കാലം ഈ സെക്ച്വലി ഉള്ള ഇന്റർകോഴ്സ് എന്തോ ആയിക്കോട്ടെ, അത് പീഡനമാകുന്നത് അവിടെ ആ പ്ലഷർ എന്ന് പറയുന്ന സംഭവം ഇൻവോൾവ് ആവരുത്. മനസ്സിലായി? ദുഷ്ടേട്ട എന്ന് പറയത്തില്ല. അതൊക്കെ ചുമ്മാ തറ കോമഡിയാണ്. മനസ്സിലായോ? അതേസമയം ഇത് തുടക്കം മുതൽ അവസാനം വരെ ഇത് എൻജോയ് ചെയ്തിട്ട്, അല്ലെ സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്ന സാധനത്തിനെ മാക്സിമം അവർ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. മാക്സിമം ആയിരിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു കുറവുകളൊക്കെ കാണും. ഇത് മ്യൂച്വലി കൺസെൻറ്റോടുകൂടി തന്നെ ചെയ്തിട്ട് ചില അവസരങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിലൊക്കെ ഇരുന്നിട്ട് അത് തിരിച്ചും ഒരു പ്രശ്നമുണ്ട്. ബ്രൈബ് ചെയ്തേക്കുക. പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി പലരും പല വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഇത് പീഡനമാണ്, അത് ഈ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പീഡനമല്ല എന്ന രീതി പറയുന്നതിനോട് എനിക്ക് പണ്ടേ വിയോജിപ്പുള്ള ഒരാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം പരിപാടികൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കാതെ പോവുകയും ഈ സമൂഹത്തിൽ മറ്റൊരു രീതിയിൽ ഈ സമൂഹം അവരെ നോക്കിക്കാണുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇതുപോലത്തെ കംപ്ലൈൻറ്റുകൾ അത് ശരിയായ രീതിയല്ലല്ലോ. അപ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് ഇവളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നല്ലേ? അത് ആര് കാരണം ഉണ്ടായ പ്രശ്നമാണ്. ഫേക്ക് കേസസ് കൊണ്ടുകൊടുത്തിട്ട് പലരെ നിരപരാധികളെ വരെ ശിക്ഷിക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് കോടതി ഉത്തരവ് എവിടത്തെയാണെന്ന് അറിയത്തില്ല, മഹാരാഷ്ട്രയാണോ ഗുജറാത്താണോ രാജസ്ഥാനാണോ എവിടെ ഒരു ഉത്തരവുണ്ടായി. ആരെങ്കിലും അങ്ങനെ ഫേക്ക് കേസസ് കൊടുത്തിട്ട് ഒരു മെയിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് പിന്നീട് അത് എന്തെങ്കിലും തരത്തിൽ കേസ് വാദിച്ച് ഇയാൾ ജയിച്ചു തരുന്നത്, ഇയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തെളിയുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിധി അവർ പറയുന്നത്. തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയും അത്രയും വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്ന തരത്തിലോട്ടൊക്കെയുള്ള പല കമൻസും നമ്മൾ കാണുന്നുണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന്. അന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ, അപ്പോൾ അയാളുടെ നഷ്ടപ്പെട്ട 4 വർഷത്തിൻ്റെയൊക്കെ കണക്കെന്താ? ഇവരിങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പ്രശ്നമുണ്ട്.
ആ പ്രശ്നക്കാരായ സ്ത്രീകളെ നമ്മൾ ശരിക്കും എങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല. അത് ആ കേസിന്റെ കേട്ടാൽ മനസ്സിലാവും, ഇത് കണ്ടാൽ മനസ്സിലാവും, ഇവർ തമ്മിലുള്ള പരിപാടി എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എങ്കിൽ പോലും ഇത് എല്ലാത്തിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ അവരെ ആ ജീവിതത്തിൽ ആ ഭീതി, ആ സമയത്ത് അവർക്കുണ്ടായ ഭീതി, അവർക്കുണ്ടായ പിന്നീട് ജീവിതത്തിൽ ആ ട്രോമ കൊണ്ടുണ്ടായ സൈക്കോളജിക്കലും സൈക്കാട്രിക് ആയിട്ടുള്ള വേദനകളും ഭയങ്ങളും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ മാറ്റങ്ങൾ, അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കാണാം. പിന്നെ അവിടെ തൊഴിലിടത്തിൽ പോലും തൊഴിൽ കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ചില ക്രൂരന്മാരായ മനുഷ്യരെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വളരെ ക്രൂരതയാണ്. ആരെയും അങ്ങനെ നിർബന്ധിക്കരുത് ഒരു കാര്യത്തിന്. ചുമ്മാ നിർബന്ധിച്ചൊരു കാര്യം തീറ്റിക്കാൻ പോലും പാടില്ലെന്ന് പറയുന്ന ആളെ ഞാൻ. മനസ്സിലായോ? അവർക്ക് കഴിക്കണ്ട അത്രേ ഉള്ളൂ. അവരെ നിർബന്ധിക്കരുത്, ഒരു കാര്യത്തിൽ നിർബന്ധിക്കരുത്. വീട്ടിൽ ഇരിക്കണമെന്ന് പോലും പറയാൻ പാടില്ല. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റണം. അല്ലാതെ ഒരാടെ സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് നീ ഇന്ന ഡ്രസ്സ് ഇടരുത്, നമ്മൾ കമന്റ് പറയരുത്, ഇതൊരു വൃത്തിയായിട്ട് ഒരു സാധനം തോന്നുന്നുണ്ട്, എനിക്ക് അത്ര സുഖമില്ല എന്ന് പറയുന്ന പോലല്ല, നീ ഇടാൻ പാടില്ല എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള ചില പിള്ളേരോടൊക്കെ പറയാറുണ്ട്, ഈ മാല ഇതൊരു മറ്റേ ഒരു സുഖമില്ല, നീ അത് മാറ്റിയാൽ ചിലപ്പോൾ അതിൽ നല്ല ആവാനേ ചാൻസ് ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് ഇങ്ങനത്തെ ഒരു ഇമ്പ്രഷൻ ഉണ്ട് ഈ സാധനം കാണുമ്പോൾ. ഒരുപാട് കമ്മലിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ള പോലെ എനിക്ക് ടാറ്റു കാണുമ്പോൾ എനിക്ക് ചെറിയ എന്തോ താല്പര്യക്കുറവ് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് ആരെ കാണിക്കാനാണ്? അല്ലെ എന്തോ ഇതിനകത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ജീവിതകാലം മുഴുവൻ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് ഇയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായോ, അതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കറേജ് ചെയ്യും ആൾക്കാരെ. ഓർണമെന്റ്സ് എന്ന സാധനം തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. ഈ മനസ്സിലായി ഓർണമെന്റ്സ് എന്താണെന്ന് മനസ്സിലായാൽ ശരിക്കും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പെൺപിള്ളേരോടും ആൺപിള്ളേരോടും ഒക്കെ പറയും. ഈ മോതിരം ഇടുന്നത് ഒരു അപകടം വരെയുണ്ട്, ചെയിനിന് അപകടമുണ്ട്. കാരണം എവിടെയെങ്കിലും ഒന്ന് കുരുങ്ങിപ്പോയാൽ, ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വീഴുന്ന വഴിക്ക് വല്ലതും ഇതൊന്നും എവിടെയും കുരുങ്ങി കഴിഞ്ഞാൽ കഴുത്ത് മുറിയാനും മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മോതിരം ഒന്നും കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാലൊന്നും ഇടിക്കത്തില്ല. കാരണം എവിടെയും കയറി പിടിച്ചിട്ട് വീഴുമ്പോൾ ഈ ലാഡറയിലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുരുങ്ങിയതിട്ട് ഒരു വിരലിരിപ്പുണ്ട്. കാരണം ഈ മോതിരമാണ് കുരുങ്ങിയത്, വിരൽ മുറിഞ്ഞ ആൾ താഴെ വരും. അയാൾ വീണാലൊന്നും പറ്റത്തില്ല, അയാളുടെ വിരൽ പോയി. പക്ഷേ കാരണം മോതിരമാണ്. ഇതൊന്നും അറിയാത്തവരായതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ സ്വർണ്ണമാണെങ്കിൽ പിന്നെ പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായില്ലേ? ഇതൊന്നും തമാശ രീതിയിലൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാർക്കും. ആരും ഇതിന്റെ കാര്യം പറഞ്ഞ് ചിരിക്കാൻ പാടില്ലെന്ന് പറയണതാണ്. ഇവന്മാർക്ക് എന്ത് ബോധമുള്ളത്? ഇത് പറഞ്ഞ് നിന്നെ ചിരിക്കുന്നേ തമാശ പോലെ എല്ലാവരും കൂട്ടം കൂടി നിന്ന് ചിരിച്ചത് എന്തിനാ? എന്ത് കളിയാക്കുവാണോ? നിങ്ങൾ ആ ഇരകളെ നോക്കി ചിരിക്കുകയല്ലേ ചെയ്തത്? ഒരു മാധ്യമ പ്രവർത്തകരും സിനിമാ നടനും എല്ലാം കൂടെ എരിവും പുളിയും വേണ്ടേ? എന്തിനും മണ്ടത്തരായി പറയുന്നേ? ഇത് ആരോടാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആരെയാ സപ്പോർട്ട് ചെയ്തപ്പോൾ? ഈ പറഞ്ഞ വേട്ടക്കാരെന്നും പീഡിപ്പിക്കുന്നവെന്നൊക്കെ പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് അത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ പരാതി കൊടുത്തവരും പീഡിപ്പിക്കപ്പെട്ടവരെയും ഇത്രയും അവഹേളിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര രീതിയിൽ പുച്ഛിക്കുന്ന, ഇതിന് അത്രയും മാത്രം ഒരു കോമഡി പോലെ കാണുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസ് ചെയ്ത വലിയ തെറ്റാകും. ഇന്ദ്രൻസ് മാപ്പ് പറയണം ഇതിനകത്ത്. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇന്ദ്രൻസ് ഒരു നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അയാൾ ഭയങ്കര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇമേജ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അത് പറയാൻ പാടില്ലല്ലോ. ഇന്ദ്രൻസ് മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ കേസിൽ. ഇത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ പരാതി അവിടെ കിടന്ന് എല്ലാവരും അങ്ങ് നിഷേധിക്കുന്നു. ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലാതെ കിടക്കുമ്പോൾ ഒന്ന് കോമഡി പറയാൻ ഇയാൾ എല്ലായിടത്തും കോമഡി പറയുന്നതാണ്. സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചു തുടങ്ങിയല്ലോ. പണ്ടാണെങ്കിൽ കോമഡിക്കാരനാണെങ്കിലും പറയാൻ. ജഗദീഷ് സംസാരിച്ച കറക്റ്റായിട്ടാണ്. അദ്ദേഹം പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം അതിന് പ്രസന്റ് ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു പുച്ചോ തമാശയോ ഒന്നും പറയാൻ പാടില്ല. മനസ്സിലായോ? ഇത് എരിവും പുളിയുള്ള കാര്യമാണോ? പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്ക്. എരിവും പുളിയൊക്കെ വേണ്ടേന്ന്. ഈ ഇങ്ങനൊരു സംഭവമൊക്കെ ഇടയ്ക്ക് വേണ്ട, എന്നാലും രസമുള്ള, എന്നാലും പണ്ണുള്ളത്. അതൊക്കെ സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ പറ. അല്ലാതെ വേറൊരാൾ അവിടെ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാവോ ഇതിനകത്തുണ്ടാകുന്ന കാരണങ്ങൾ? എന്നൊന്ന് വിളിച്ച് ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാം, എന്താണ് ഈ ട്രോമ? എങ്ങനെയാണ് ഇവരിനകത്ത് റിക്കവർ ചെയ്യേണ്ടത്? ഇവർക്ക് വേണ്ടത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണോ, സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആണോ, മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ? ഏത് അവസ്ഥയിലാണ് അങ്ങോട്ട് മാറുന്നത്? ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു, അയാൾ അതിജീവിതയാണെന്ന് പറയുന്നു, പക്ഷേ അയാൾക്ക് ഒരു സൂസൈഡ് ടെൻഡൻസി ഉണ്ട്, അയാൾക്ക് ജീവിതം അടുത്തിരിക്കുന്നു, സമൂഹത്തോട് വെറുപ്പ് തോന്നുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ അടഞ്ഞിരിക്കുന്നു, തൊഴിലിന് പോകാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവർ കേട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഇത് പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. കമ്പനി ജോലി ചെയ്യുന്നവർക്കും കടന്നു കൊടുക്കണം, ക്ലയൻസിനെ കാണാൻ ചെന്ന ക്ലയൻസിനും കടന്നു കൊടുക്കണമെന്ന്. അത് ഈ പറഞ്ഞ പോലത്തെ ഇൻഡസ്ട്രി തന്നെയാണ്. വേറെ ഈ സിനിമയല്ലെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ TV അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോംപ്രമൈസ് ഷൂട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണല്ലോ ഇവരുടെ. അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. കോംപ്രമൈസ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് ഇവിടെ അല്ലാത്ത ഷൂട്ടെങ്കിൽ 10 ലക്ഷം കൂടെ ആക്കുമ്പോൾ അത് കോംപ്രമൈസ് ഷൂട്ടായി മാറുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഇതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ടേം ഈ ഇൻഡസ്ട്രിയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അതിനിടെ വന്നിരുന്നോണ്ട് ഇന്ദ്രൻസ് ഇന്ന് പറഞ്ഞതിന് മാപ്പ് പറയണം, നിർബന്ധമായും പറഞ്ഞു വരുന്നില്ല. ഇത് എരിവും പുളി ഇടുന്ന പരിപാടിയല്ല. ഇതെന്തോ സിനിമയാണെന്ന് വിചാരിച്ചോ? ഇനി കഥ പോലൊക്കെ വായിച്ചത് കൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുട്ടിയില്ലെന്ന്. കൊള്ളാം, നന്നായി, അത് നല്ല കാര്യം തന്നെ കേട്ടോ. ആരും അങ്ങനെയൊന്നും മുട്ടുകയും തട്ടുകയൊന്നും ചെയ്യരുത്. വല്ല ഉറങ്ങി കിടക്കുവാണെങ്കിൽ അവരുടെ ഉറക്കമാണ്
അവർ ഉറങ്ങട്ടെ, സമാധാനം. മുറി അടച്ചിട്ടേക്കുന്നതാണ്, തുറന്നു കിടക്കുന്നുണ്ടാൽ പോലും ചുമ്മാ പെർമിഷൻ ഇല്ലാതെ കയറരുത്. അവരോട് ചോദിക്കണം, മേ ഐ പ്ലീസ് കം ഇൻ സർ. പണ്ട് നമ്മളൊരു അങ്ങനെ ചോദിക്കത്തില്ല, ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ, ഓഫീസിലേക്കൊക്കെ കയറുമ്പോൾ, അതൊക്കെ ഒരു മര്യാദയാണ്. ചുമ്മാ തള്ളി കയറി ചെല്ലരുത് ഒരിടത്തോട്ട്. തുറന്നു കിടന്നാലും ചോദിക്കണം, ആർ യു കംഫർട്ട് ഏബിൾ എന്ന് ചോദിക്കണം. To talk to me, I would like to have I would like to talk to you for a few minutes. Can you spare a few minutes of your time? Are you comfortable? May എന്താ പറയുന്നതിന് ഗെറ്റിൽ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറന്നുപോയി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇംഗ്ലീഷ് അത്ര വലിയ വശമില്ലാത്തതുകൊണ്ടാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അതിന് ഞാനിങ്ങനെ മുറിയിലോട്ട് കയറണമെങ്കിൽ അല്ലെങ്കിൽ കയറുക എന്നൊരു സംസ്കാരമാണ് നമുക്കുള്ളതേ. സാർ ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന മലയാളം ഇല്ല. അതേസമയം ഇംഗ്ലീഷിലുണ്ട്, മേ പ്ലീസ് കമിൻ. ശരിയാ, മേ പ്ലീസ്. ആ ലാംഗ്വേജിനും ആ കൾച്ചറിനും നമ്മുടെ കൾച്ചറിനുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാകുന്നവിടെയൊക്കെയാണ്. അവിടെയുള്ള ആളുകൾ ഞാൻ വീഡിയോ ഉണ്ട്, ഒരു പട്ടിയെ ഒരുത്തിന് അറിയാവുന്ന ചോട്ടി ഇപ്പോൾ സോറി പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവർ അങ്ങനെയൊക്കെ പറയാനേ അവർക്ക് എന്തിനും പറ്റുമോ? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാത്ത ഇന്ദ്രൻസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻസിനെ മാപ്പ് പറയാതെ പോകരുത്. താൻ ഈ പറഞ്ഞതിന് തനിക്കാ കുഴപ്പം. താൻ ഇത്ര വൃത്തികെട്ടവനാന്ന് വിചാരിക്കും, ബുദ്ധി ഇല്ലാത്തവനാന്ന് വിചാരിക്കും, ബോധമില്ലാത്തവനാന്ന് വിചാരിക്കും, അറിയാതെ പറ്റിയതായിരിക്കാം. പക്ഷേ അതിന് തീർച്ചയായിട്ടും മീഡിയ വിളിച്ചിട്ട് മാപ്പ് പറയണം, നിർബന്ധമായിട്ടും പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ശരിയല്ല, അത് അങ്ങനെ പറയല്ല, അങ്ങനെ ചെയ്യരുത്. ഇതെരിവും പുള്ളിയും പരിപാടിയല്ല. ചിരിച്ച് ഉല്ലസിച്ച് ഞാൻ തട്ടിയില്ല മുട്ടിയില്ല എന്ന് പറയേണ്ട ഒരു സ്ഥലമേ അല്ല. വല്ല മൈക്ക് വന്നപ്പോൾ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് പോകണം.